ഓരോ മനുഷ്യനും 3 പിടി മണ്ണതാ കബറിലേക്ക് വാരിയിടുമ്പോ ഓരോ പിടി വാരിയിടുമ്പോഴും പറയുന്ന പറച്ചിലാണ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് ഓരോ മനുഷ്യനും അതാ പിടിമണ്ണ് വാരി നിന്റെ മുകളിലേക്ക് എറിഞ്ഞിട്ടതാ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഇന്നലിൽ ഖബരി ലിസാനുൻ യന്തിഖ ആ ഖബറിനെ സംസാരിക്കുന്ന നാവ് അല്ലാഹു കൊടുക്കുകയാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ മാ അർറകാലമ തഅലമന്നി ബൈത്തുൽ ഫിത്ന വബൈത്തുൽ ളുൽമാ വബൈത്തുൽ വഹദാ വബൈത്തുദ് ദൂദ് വബൈത്തുത് തുറാബ് എല്ലാ ദിവസവും അതാ ഖബർ നമ്മളോട് വിളിച്ചു പറയുന്ന പ്രവർത്തനം അതാ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ് അറിയില്ലേ നീ എന്താ അശ്രദ്ധമായി കഴിഞ്ഞു പോയത് ചെറുപ്പക്കാരാ എന്താ ബോധമില്ലാതെ കഴിഞ്ഞു പോയത് ചെറുപ്പക്കാരാ എന്താ കള്ളിനും കഞ്ചാവിനും പിന്നാലെ പരക്കം പാഞ്ഞ് നിന്റെ സമയം തീർത്തത് ചെറുപ്പക്കാരാ എന്തിനാ കാമുകന് വേണ്ടി പിന്നാമ്പുറത്തെ വാതിൽ തുറന്നു കൊടുത്തത് പ്രിയപ്പെട്ട പെങ്ങളെ നിനക്കറിയില്ലായിരുന്നു അന്നീ ബൈത്തുൽ ഫിത്ന വബൈത്തുൽ ളുൽമാ വബൈത്തുൽ വഹദാ വബൈത്തുദ് ദൂദ് ഇരുളടഞ്ഞ വീടാണ് ഞാൻ യാഗത്തം നിറഞ്ഞ വീടാണ് ഞാൻ പുഴുക്കൾ നിറഞ്ഞു പോയ വീടാണ് ഞാനെന്ന് ഖബർ എല്ലാ ദിവസവും വിളിച്ചു പറയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വേണ്ട പെങ്ങളെ തല തുറന്നുകൊണ്ട് നടക്കണ്ട പെങ്ങളെ അവറത്ത് പറയ്ക്കാ എന്താ നമ്മൾ മടി കാണിക്കുന്നത് അല്ലാഹുവേ ചിതലും പുഴുക്കളും താവള്ളം പിരിത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡിലറേഷൻ വേണ്ട പോലതിലുണ്ട് കോശിഷ്ടമില്ല തള്ളലാണത് കൊണ്ട് വേണ്ട പെങ്ങളെ കാമുകന് വേണ്ടി ഒരുങ്ങിച്ച മഞ്ഞ് നടക്കണ്ട അന്യ പുരുഷനെ കാണിക്ക വേണ്ട പെങ്ങളെ എപ്പോഴാണ് അസറായിൽ കൊണ്ടുപോകുന്നതെന്നറിയില്ലല്ലോ എത്രയോ സൗന്ദര്യം നീ പുരട്ടി സൂക്ഷിച്ചതിന്റെ പ്രിയപ്പെട്ട നിന്റെ ശരീരമുണ്ടല്ലോ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ അല്ലാഹുവേ അന്യപുരുഷന്റെ മുമ്പിലേക്ക് സൗന്ദര്യം കാണിച്ചുകൊണ്ട് മയക്കി നടന്ന് ദുനിയാവിലെ മുഴുവനും ഫിത്ന ഉണ്ടാക്കി നടക്കുന്ന പെങ്ങള് ഹറാമിയത്തിലൂടെ ജീവിക്കുന്ന പെങ്ങള് നീ എത്രയോ സൗന്ദര്യമായി കൊണ്ടു നടന്ന നിന്റെ ഏറ്റവും സുന്ദരമായ മേനിയാ പുഴുക്കളതാ ഇന്നലെ വരെ കട്ടിലിൽ കിടന്നുറങ്ങിയ നമുക്കതാ ഇന്നതാ മണ്ണ് വിരിച്ചുകൊണ്ട് കട്ടിൽ അല്ലാഹു പണിഞ്ഞു തന്നിരിക്കുകയാണ് ആ ഇരുളടഞ്ഞു പോയ ഖബറുണ്ടല്ലോ ഓ പുഴുക്കൾ നിറഞ്ഞു പോയ ഖബറുണ്ടല്ലോ ഓ യാഗത്തം നിറഞ്ഞു പോയ ഖബറുണ്ടല്ലോ ആ ഖബറിനകത്തൊന്ന് രക്ഷപ്പെടാ ആ ഖബറിന്റെ ഭയാനകതയിലൊന്ന് രക്ഷപ്പെടാ അവിടെ രക്ഷപ്പെടടോ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തോ ഇനി എനിക്ക് കള്ളുകുടിയില്ല പലിശ വേണ്ട വ്യഭിചാരം വേണ്ട സിനിമ വേണ്ട ഹറാമിയത്ത് വേണ്ട എന്നൊരു ചിന്തയോടെ ജീവിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ എങ്കിലല്ലാതെ ഖബറിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല മുൻകർ നക്കീർ കടന്നു വരുമ്പോ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ടേ അതിനു മുമ്പ് റഹ്മാൻ എന്ന മലക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതമല്ലേ ആ ഖബറിന്റെ ഞെരുക്കം പോലും നമുക്ക് താങ്ങാൻ കഴിയുമോ ഒരു മനുഷ്യരെ ഖബറ
ആലിംഗനം ചെയ്ത ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങളും ആ ഞെരുക്കത്തിന്റെ സൗണ്ട് കേൾക്കുമെന്ന ഇല്ലൽ ഇൻസി വൽ ജിന്ന്, മനുഷ്യനും ജിന്ന് വർഗവും ഒഴിച്ചുള്ള എല്ലാ വിഭാഗം ആൾക്കാരും കിഴക്കേ ചക്രവാളത്തിലുള്ള ഒരു കബറില് ഒരാളെ കബറിൽ കൊണ്ടുവച്ച് ആലിംഗനം ചെയ്യുമ്പോ പടിഞ്ഞാറ് ഭാഗത്തുള്ള മനുഷ്യൻ അതറിയുമെന്ന്, പടിഞ്ഞാറ് ഭാഗത്തുള്ള ജീവജാലങ്ങൾ അതറിയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ എങ്ങനെ താകും എൻ്റെ പ്രിയപ്പെട്ടവരെ? അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. പ്രവാചകനെ പറഞ്ഞതല്ലേ, സഅദ് ബിൻ മുആദ് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഖബറിന്റെ ഞെരുക്കത്തിൽ, ഖബറിന്റെ ഞെരുക്കം, ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഖബർ രണ്ട് രീതിയിൽ ഞെരുക്കും. സന്തോഷമായ ആലിംഗനം നമ്മൾ ചെല്ലുമ്പോൾ സന്തോഷമായ റഹ്മത്തിന്റെ ആലിംഗനവുമുണ്ട്, അദാബിന്റെ ആലിംഗനവുമുണ്ട്. അല്ലാഹു ആ റഹ്മത്തിന്റെ ആലിംഗനം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട് ഒറ്റയ്ക്ക് പോയി ഖബറിൽ കിടക്കുമ്പോൾ റബ്ബേ അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരു സ്വാലിഹായ പ്രകാശത്തിൻ്റെ രൂപം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ നല്ല പ്രകാശിക്കുന്ന മുഖവുമായി മലക്കിൻ്റെ രൂപത്തിലേക്ക്, മനുഷ്യ രൂപത്തിലേക്ക് അള്ളാഹു ആക്കിയിട്ട് കടത്തിക്കൊണ്ടുവരുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക, സഅദ് ബിൻ മുആദ്, അള്ളാഹുവിൻ്റെ സിംഹാസനം പോലും വിറച്ചുപോയ ഒരേ ഒരു മരണമുണ്ടെങ്കിൽ അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ കൊണ്ടുപോയപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാൽപാദം പൊക്കിയിട്ട് നടന്നു പോയതെന്ന് ചരിത്രം പറയുന്നു. സഹാബാക്കളോട് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് നബിയെ ഒരു ജനാസയ്ക്കും പ്രവാചകൻ നടന്നു പോകുന്നതിൽ വ്യത്യസ്തമായി നടന്നു പോയത്? അപ്പോഴാണ് പറഞ്ഞത്, അല്ലയോ സഹാബാ, എൻ്റെ സഅദിനെ അതാ മറമാടാർ, എൻ്റെ സഅദിൻ്റെ ജനാസ, എൻ്റെ സഅദ് ബിൻ മുആദിൻ്റെ ജനാസ ചുമന്നു കൊണ്ടുപോകാ 70,000 മലക്കുകളെയാ അല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കിയതെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മരണപ്പെടണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മാലാഖമാര് വന്ന് അവസാനത്തെ വസ്ത്രവും കഫം പുടവയും കൊണ്ട് ആകാശത്ത് നിന്ന്, വാനലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് നമ്മളെ മക്കൾ നമ്മൾ പൊതിഞ്ഞ്, കൂട്ടുകാര് പൊതിഞ്ഞ് ആ കഫം പുടവ മുഴുവനും മാറ്റിയിട്ട് മലക്കുകൾ അള്ളാഹുവേ സ്വർഗത്തിൻ്റെ കഫം പുടവ അള്ളാഹുവേ അണിയിപ്പിക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവേ അങ്ങനെ ഒരു മയ്യത്തായിട്ട് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, ആ ഖബറിന്റെ അത്ഭുതം. അലി ഇബ്നു അബീ ത്വാലിബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചോദ്യം ചോദിച്ചു പ്രവാചകനോട്. അല്ലയോ പ്രവാചകരെ, മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് ഖബറിനകത്ത് കടന്നു വരിക? അപ്പോ പ്രവാചകൻ പറഞ്ഞു, അല്ലയോ ഉമറേ, ആ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന രൂപം കണ്ടിട്ട് പോലും മനുഷ്യൻ പറയാൻ വെച്ചിരുന്നത് മുഴുവനും മറന്നുപോകും. അത്രയും ഭയാനകമായി വാ കൊണ്ട് ഭൂമി കടിച്ചു പുലർത്തിയിട്ടാണ് ഖബറിനകത്തേക്ക് കടന്നു വരുന്നതെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ മോളിൽ കൂടെ അല്ല, അടിയിൽ കൂടി ഖബറിനെ കടിച്ച് പുളന്നിട്ടാണ് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. കയ്യിലൊരു ദണ്ടുണ്ട്, ആ ദണ്ട് കൊണ്ട് ഒരടി അടിച്ചാൽ 7 ഭൂമിയിലേക്ക് ആണ്ടുപോകുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, വല്ലാത്ത ഭയാനകമാണ്. വായിലൂടെ ഇങ്ങനെ തീജ്വാലകൾ, കണ്ണിലൂടെ പുകയും. നരകവാസികളെ ഹറാമിയത്ത് ചെയ്തവരുടെ മുമ്പിലേക്ക് ചോദ്യം ചെയ്യാൻ വരുമ്പോ അല്ലാഹുവേ താങ്ങാൻ കഴിയില്ല. അപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതെന്നറിയുമോ? നബിയെ, ഇന്ന് എനിക്കുള്ള ആ ചങ്കൂറ്റം, ആ ധൈര്യം ആ ഖബറിലേക്ക് കിട്ടൂ നബിയെ എന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു